സന്തോഷ് ജി, നമസ്തേ നമസ്തേ. ഇപ്പോ ഈ പൂണൂല് വിഷയത്തില്, ക്ഷേത്ര പ്രവേശനവുമായി ബന്ധപ്പെട്ട് പൂണൂല് വിഷയത്തിലും ഷർട്ട് വിഷയത്തിലുമൊക്കെ ഇന്ന് കേരളത്തിലെ ഏതാണ്ട് സാമൂഹ്യ മാധ്യമങ്ങൾ മുഴുവനും അവർക്കൊരു പുതിയ ഇരയെ കിട്ടിയ പോലെയാണ്. നമ്മുടെ ചാനൽ ചർച്ചകളിൽ വരുന്ന നേതാക്കന്മാരും അവർക്കും എന്തോ പുതിയ സംഗതി ഏതാണ്ട് കിട്ടിയ മട്ടിലാണ് ഇന്ന് ഈ പൂണൂലും ഷർട്ടും ക്ഷേത്രപ്രവേശനവും ഒക്കെ കടിച്ചു പറിക്കുന്നത് പോലെയാണ് സത്യത്തിൽ ഇന്ന് ചാനലുകളിൽ പലപ്പോഴും കണ്ടത്. ഇത് സംസാരിക്കാനായിട്ട് ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെയും ഓരോ ആളുകൾ ഉണ്ടാവുമായിരിക്കും അല്ലേ? ഇത് സംസാരിക്കാനായിട്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണല്ലോ ഏറ്റവും കൂടുതൽ ഉള്ളത്. പിന്നെ സംഘടനയുടെ ആളുകളും ഉണ്ടായിട്ടുണ്ട്, സാമുദായിക നേതാക്കന്മാരും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോ ഇവരെല്ലാവരും സംസാരിച്ചതിനെ കുറിച്ചൊന്നും ഇപ്പൊ നമുക്ക് പരസ്പരം ചർച്ച ചെയ്യാനുള്ള സമയമില്ല. സാമാന്യ ജനങ്ങൾക്ക് ഇന്നറിയേണ്ടത് കാലാനുസൃതമായ മാറ്റം വേണമെന്നാണ് പല ആളുകളും പറയുന്നത്. പണ്ട് തുണിയില്ലായിരുന്നു, ഷർട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് എങ്ങനെയാന്നൊക്കെ പറയുന്നു. കളർ ഉപയോഗിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അത് തന്നെയുമല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ സമുദായത്തിന്റെ അതിനേക്കാൾ കൂടുതൽ യോഗ്യത ഈ കാവി ഉടുത്തിരിക്കുന്നവർക്കാണ് എന്നും സംസാരം ഉണ്ടായി. അപ്പൊ ഇതൊക്കെ പറയുമ്പോ ഈ കാലാനുസൃതമായ മാറ്റം അങ്ങനെയാണ്. കാവി ഉടുത്തിരിക്കുന്നവർക്ക് ഷർട്ടിടാം, അവർക്ക് പാൻറിടാം. സാമുദായിക നേതാക്കന്മാർക്ക് വെള്ള വസ്ത്രം മാത്രമല്ല, അവർ കളർ വസ്ത്രങ്ങൾ ധരിക്കാം. അങ്ങനെ ധരിക്കുന്നവരുണ്ട്. താടി നീട്ടേണ്ടതില്ല. ഇങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങള് അവര് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന സാമൂഹിക മാറ്റമാണ്, കാലാനുസൃതമായ മാറ്റമാണ്. ഇതെല്ലാം വേണ്ടതല്ലേ? തീർച്ചയായിട്ടും വേണം. അങ്ങക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു അഭിപ്രായം കാണുമല്ലോ എന്തായാലും. അതായത് നമ്മള് ഇപ്പൊ ഇതിന്റെ ജനങ്ങൾക്ക് അറിയാനുള്ള വസ്തുതയാണോ വേണ്ടത്? ജനങ്ങൾക്ക് അറിയാനുള്ള വസ്തുത ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല സന്തോഷ്. ഇപ്പൊ ശരിക്കും വേണ്ടത് രാഷ്ട്രീയക്കാർക്കുള്ള മറുപടി അല്ലല്ലോ ഇത് വേണ്ടത്. അതെ, ഭക്തർക്ക് അറിയാനുള്ള ഒരു കാര്യവും ഇന്ന് ചർച്ച ചെയ്ത് ഒരിടത്തും ഞാൻ കണ്ടില്ല. ഇവരെല്ലാം ക്ഷേമന്മാരാകണം, ആളാകണം എന്നുള്ള തരത്തിലുള്ള ചർച്ച. എന്താണ് പൂണൂലെന്ന് ഇവരാരും പറഞ്ഞില്ല. എന്തിനാണ് ക്ഷേത്രത്തിൽ ഇങ്ങനെ നിബന്ധന വെച്ചിരിക്കുന്നതെന്ന് ആരും പറഞ്ഞിട്ടില്ല. അതിന്റെ ശാസ്ത്രീയ അടിത്തറയെ കുറിച്ചൊന്നും ഇവർ ചർച്ച ചെയ്യുന്നില്ല. രാഷ്ട്രീയവൽക്കരിച്ച് ഈ ആചാരാനുഷ്ഠാനങ്ങളെ നശിപ്പിക്കണമെന്നുള്ളൊരു മോഹത്തിലുള്ളവരുടെ വലയത്തിലാണ് ഇവർ പെട്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. അതെ അതെ അതെ. ഇപ്പോ ഇതിനകത്തെ ജനങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളാണെങ്കിൽ ജീവാത്മശക്തി എന്ന് പറഞ്ഞാൽ സസ്യലോകമാണ്. ഏറ്റവും ചുരുക്കി പറയണ കേട്ടോ, ജനങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു റൂട്ടും ഞാൻ പറയുന്നതാണ്. ജീവാത്മശക്തി എന്ന് പറഞ്ഞാൽ ജീവനാത്മാവേക്കുന്നത് എന്തോ അത് സസ്യലോകമാണ്. പരമാത്മ ചൈതന്യം എന്ന് പറഞ്ഞാൽ ജന്തുലോകമാണ്. ജീവാത്മാവിൽ നിന്നാണ് പരമാത്മ ചൈതന്യം ജനിക്കുന്നത്. ജീവനാത്മാവേക്കുന്ന സസ്യലോകത്തിൽ നിന്നാണ് ജീവനായിരിക്കുന്ന പരമാത്മ ചൈതന്യം ജനിക്കുന്നത്. അങ്ങനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇതിന് എന്തെങ്കിലും കാലാനുസൃതമായ മാറ്റം വരുത്താൻ പറ്റുന്നതല്ലോ? അല്ല, അത് സനാതനമായിട്ട് തുടരുന്നതാണ്. ആത്മാവ്, മനസ്സ്, ശരീരം കാലം മാറിയാലും ഭക്തരിലുണ്ട്. ത്രിഗണ വൈഭവമാണ് പ്രപഞ്ചം. ദൈവഗണം, ജൈവഗണം, ശൈവഗണം. അതായത് ഇലക്ട്രോൺ, ന്യൂട്രോൺ, പ്രോട്ടോൺ എന്ന് പറയുന്ന ആ കണങ്ങളുടെ വൈഭവമാണ് പ്രപഞ്ചം. സൃഷ്ടി, സ്ഥിതി, സംഹാര കാരണമായിരിക്കുന്ന ഈ ത്രിശക്തികളിൽ നിന്ന് ജനിക്കുന്നതാണ് ആത്മാവ്, മനസ്സ്, ശരീരം. ഇതിന്റെ ശുദ്ധതയ്ക്ക് വേണ്ടിയിട്ടാണ് ക്ഷേത്രാരാധന. അപ്പൊ നല്ല ശുദ്ധമായിട്ടുള്ള ആത്മാവ്, ശുദ്ധമായിട്ടുള്ള മനസ്സ്, ശുദ്ധമായിട്ടുള്ള ശരീരം. ശുദ്ധമായിട്ടുള്ള ശരീരത്തിനാണ് നമ്മള് നഗ്ന ശുദ്ധ പാതരായിട്ട് ക്ഷേത്രത്തിൽ പോകുന്നത്. അതായത് ചിരോ ബ്രഹ്മ ഹൃദ്യോ വിഷ്ണു ദിപാദേ ശിവം. നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ആത്മാവില്, അതായത് ബ്രഹ്മകപാലത്തിനകത്ത് ബ്രഹ്മശക്തിയായിരിക്കുന്ന ആത്മശക്തിയും, മനസ്സിലിരിക്കുന്ന ദൈവം, ഹൃദയത്തിലിരിക്കുന്ന ദൈവം, ഹൃദയശനായിരിക്കുന്ന വിഷ്ണുവും, അരയ്ക്ക് താഴെ ദിപാദങ്ങളിലും ശിവത്വവുമാകുന്നു. അതുകൊണ്ടാണ് നമ്മൾ പാദനമസ്കാരം ചെയ്യുന്നത്. ഗുരുവിനെ കാണുമ്പോൾ ഗുരുവിനെ എവിടെയാണ് നമ്മൾ തൊട്ട് തൊഴുന്നത്? പാദങ്ങളിലാണ്. അത് പാദങ്ങളിൽ ശിവത്വവുമാകുന്നു. അപ്പൊ ശിവത്വമുള്ള പാദം ശുദ്ധവും നഗ്നവുമായിരിക്കണം ക്ഷേത്രത്തിൽ കയറുമ്പോൾ. ഒരേ സമയം ജീവാത്മശക്തിയും പരമാത്മ ചൈതന്യവുമായിരിക്കുന്ന പുരുഷൻ ശിരസോ
അതായത് മുഖമോ ശിരസോ ഹൃദയസ്ഥാനമോ മറയ്ക്കാതെ വേണം ക്ഷേത്രത്തിൽ ചെല്ലാൻ. മനഃശുദ്ധി ഉണ്ടാവണം, ആത്മശുദ്ധി ഉണ്ടാവണം, ശരീരശുദ്ധി ഉണ്ടാവണം. അപ്പോ ജീവാത്മ പരമാത്മ യുഗ്മ സഞ്ചാരം സാധ്യമാക്കുന്ന ദർശനമാണ് ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത്. ഗർഭഗ്രഹങ്ങളോട് കൂടിയിട്ടുള്ള ക്ഷേത്രങ്ങൾ, അതാണ് സനാതന ധർമ്മം. അതാണ് ഈ ത്രിഗണ വൈഭവത്തെ എങ്ങനെ ഒരു പ്രദേശത്ത് ചിട്ടപ്പെടുത്തി അവിടെ ഏതാണോ ന്യൂനത, ക്ഷാമപ്പെട്ട് നിൽക്കുന്നത് ഏതാണോ അതിനെ ക്ഷേമപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രയന്ത്രം. അപ്പോ അവിടെ ഏത് കണത്തിനാണോ ക്ഷയം സംഭവിച്ചിരിക്കുന്നതിന് അതിനെ ക്ഷേമപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ക്ഷേത്രയന്ത്രം. ഒരു സ്ഥലത്ത് ശൈവഗണത്തിനാണ് ക്ഷാമമെങ്കിൽ അവിടെ ശിവനായിരിക്കും പ്രതിഷ്ഠ. അവിടെ മഹാദേവൻ എന്ന് പറയുന്നത് മണ്ണിനും ജലത്തിനും ഒരുപോലെ പ്രാധാന്യം ഉണ്ടെങ്കിൽ മഹാദേവനായിരിക്കും പ്രതിഷ്ഠ. വൈഷ്ണവ ശക്തിക്കാണ്, ജൈവഗണത്തിനാണ് ക്ഷാമമെങ്കിൽ വിഷ്ണു ആയിരിക്കും പ്രതിഷ്ഠ. അവിടെ മഹാവിഷ്ണു ആയിരിക്കും പ്രതിഷ്ഠ. സസ്യലോകവും ജന്തുലോകവും ഒരുപോലെ ആയിരിക്കും അവിടെ. ജീവാത്മ പരമാത്മ ശരീര ബന്ധത്തെ ഉറപ്പിക്കുന്ന ഇടം കൂടിയാണ് ക്ഷേത്രം. അപ്പൊ നല്ല ആത്മശക്തിയിലാണ് അവിടെ ചെല്ലേണ്ടത്. നല്ല ഭക്തി മനസ്സിലുണ്ടാവണം, നല്ല ശുദ്ധി ശരീരത്തിനുണ്ടാവണം. ജീവാത്മ ചൈതന്യം മാത്രമാണ്. ജന്തുലോകത്തിന്റെ പ്രതിനിധിയായിരിക്കുന്ന ശ്രീജന ലോകത്തിന്റെ പക്ഷത്ത് നിന്നാണ് ഒരു പുരുഷൻ അമ്പലത്തിൽ കയറുന്നതെങ്കിൽ വൃക്ഷലോകത്തിന്റെ ഒപ്പം നരനായിട്ട് മാറിയില്ലെങ്കിൽ, നരൻ നാരായണനായിട്ട് മാറിയില്ല, പരമാത്മ ചൈതന്യമായിരിക്കുന്ന ജന്തുലോകത്തിനൊപ്പമാണ്, മാതൃലോകത്തിനൊപ്പമാണ് ആ പുരുഷന്റെ സ്ഥാനമെങ്കിൽ അവൻ ഹൃദയസ്ഥാനം മറക്കേണ്ടതില്ല. വിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള പുരുഷന്മാർ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ജീവാത്മശക്തിയും ഒരേ സമയം പരമാത്മ ചൈതന്യവുമായിരിക്കുന്ന ശൈവശക്തിയുമായിരിക്കുന്ന ആള് ശിരസോ ഹൃദയസ്ഥാനമോ പാദമോ മറയ്ക്കുവാൻ പാടില്ല. കാലാനുസൃതമായ മാറ്റം വരുത്തണമെന്ന് പറയുന്ന ഈ ഭാഗം ഈ പ്രകൃതിക്കനുസരിച്ചല്ല നമ്മളെല്ലാം ജീവിക്കുന്നേ. അതെ, സൂര്യചന്ദ്രന്മാർക്കോ നക്ഷത്രങ്ങൾക്കോ പ്രകൃതിയുള്ള ആകാശത്തിനോ വായുവിനോ അഗ്നിക്കോ ജലത്തിനോ മണ്ണിനോ ഒന്നും കാലാനുസൃതമായ മാറ്റം വരുത്താൻ ഇവരെ കൊണ്ട് പറ്റുമോ? പറ്റില്ല. അതിൽ ജീവിക്കുന്ന ആളുകൾ എന്ത് മാറ്റം വരുത്തണം എന്നാണ് ഇവര് പറയുന്നത്. അതായത് 5 മെറ്റീരിയൽ കൊണ്ടാണ് പ്രപഞ്ചം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അഗ്നിയും ആകാശവും ചേർന്നാണ് ബ്രഹ്മശക്തി, മണ്ണും ജലവും ചേർന്നാണ് ശൈവശക്തി. ന്യൂട്രോൺ എന്ന് പറയുന്ന വായുവാണ്, ഏകഭൂതമാണ്, അതാണ് ജൈവഗണം എന്ന് പറഞ്ഞ, അതാണ് ഹൃദയശനായിരിക്കുന്ന ഈ നമ്മുടെ വിഷ്ണുവിന്റെ വൈഭവം. അപ്പോ ഈ 3 മൂർത്തികളെ ബേസ് ചെയ്തിട്ടാണ് ശിരസ്, ഹൃദയം, പാദം, ഇത് 3നും പ്രാധാന്യം ക്ഷേത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നാളെ ഒരു കാലത്ത് ചെരുപ്പ് ഉപയോഗിച്ച് അകത്ത് കയറണമെന്ന് പറഞ്ഞാൽ ഗർഭഗ്രഹങ്ങളോട് കൂടിയിട്ടുള്ള ക്ഷേത്രങ്ങളിൽ ആചാരമനുസരിച്ച് കയറാൻ പാടില്ല. പുരുഷനാണോ മഹാവിഷ്ണുവിന്റെ അവതാരമാണോ അയാള് ഹൃദയസ്ഥാനം മറയ്ക്കാതെ വേണം ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ. ഇനി പരമാത്മ ചൈതന്യമായിരിക്കുന്ന സ്ത്രീകൾ നാളെ തലയിൽ തുണിയിട്ട് അല്ലെങ്കിൽ സാരി തുമ്പിട്ടാ കയറാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതും നടക്കില്ല. ശിരസും മറയ്ക്കാൻ പാടില്ല. പള്ളിയിൽ എല്ലാരും പോകുന്നുണ്ടല്ലോ, അതുപോലെ പോയാ പോരെ എന്ന് ചോദിച്ചാൽ പറ്റില്ല. ശിരോവസ്ത്രം പാടില്ല, മുഖം മറയ്ക്കാൻ പാടില്ല. മഹാവിഷ്ണുവിന്റെ അവതാരമാണ് എന്ന് പറഞ്ഞാൽ ജീവാത്മ ചൈതന്യവുമാണ് എന്ന് പറഞ്ഞ ആൾക്ക് അവിടെ ഹൃദയസ്ഥാനവും ഓപ്പൺ ആക്കേണ്ടി വരും. ഇതാണ് ഇതിന്റെ പിന്നിലെ രഹസ്യം എന്നറിയണം. അത്ഭുതമാണ് മോഹൻജി ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാല്. ഞാൻ പറഞ്ഞില്ലേ, മോഹൻജിയോട് പറഞ്ഞില്ലേ, ഗാത്രമുള്ളപ്പോൾ ക്ഷേത്രം എന്തെന്ന് ചോദിച്ച അവസ്ഥയിൽ നിന്നും ക്ഷേത്രം എന്താന്ന് പഠിച്ചു വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് അസാധ്യമായിട്ടുള്ള ലോകത്തിലെ മഹാത്ഭുതങ്ങളാണ് നമ്മുടെ ഓരോ ക്ഷേത്രങ്ങളും. കാരണം അവിടെ സർവശാസ്ത്ര നിലയമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് അവിടെ ജീവാത്മ പരമാത്മ ശരീര ബന്ധത്തെ ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് ഏറ്റവും വലിയ ആരോഗ്യ കേന്ദ്രങ്ങളായിട്ടാണ് ഈ ക്ഷേത്രങ്ങൾ നിൽക്കുന്നത്. ഈ കാലാനുസൃതമായ മാറ്റം വരുത്തണമെന്ന് പറയുന്ന ആളുകൾക്ക് സ്വജീവിതത്തില് രാവിലെ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ, ഉറക്കത്തിന്റെ ഉറങ്ങുന്നത് വരെ, ജനിച്ചപ്പോ മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തിനനുസരിച്ചല്ലാതെ ശ്വസിക്കുന്നതിന്, കുടിക്കുന്നതിന്, കഴിക്കുന്നതിന് എന്തെങ്കിലും കാര്യങ്ങൾ കാലാനുസൃതമായ മാറ്റം വരുത്താൻ പറ്റുമോ? പറ്റില്ല. ഇതിന്റെ പരമമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്ത്രീകള് പരമാത്മ ചൈതന്യമാണ്. അവരുടെ വൈഭവം എന്ന് പറഞ്ഞാൽ ബ്രെയിനാണ്, ചിന്തിക്കുന്ന ജീവലോകമാണ് അവര്.
അവര് ശിരസ് മുഖമോ മറയ്ക്കാൻ പാടില്ല. സ്ത്രീകള് ശിരസില് തൊപ്പി വെച്ചോ തുണിയിട്ടോ കേറാൻ പാടില്ല. നഗ്നപാതരായിരിക്കണം. ഒരേ സമയം ശൈവശക്തിയുമായതുകൊണ്ട് നഗ്നപാതരുമായിരിക്കണം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരേ സമയം വൈഷ്ണവ അവതാരമാകിയാൽ, വൈഷ്ണവ എന്ന് പറഞ്ഞാൽ ഈ വൃക്ഷലോകം എന്നാണ് അർത്ഥമുള്ളൂ. ഈ ഹരിതലോകമാണ് ഹരി. ആ വൈഷ്ണവ ലോകത്തിന്റെ അവതാരമാകിയാൽ അങ്ങനെയുള്ളവര് ഹൃദയസ്ഥാനമോ പാദമോ ശിരസോ മുഖമോ മറയ്ക്കുവാൻ പാടില്ല. ഗർഭഗ്രഹങ്ങളോടുകൂടിയ ഋതുക്കളെ ഗർഭം ധരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒരു കാരണവശാലും ഈ രീതിയിലല്ലാതെ വേറൊരു രീതി അവലംബിക്കാൻ പറ്റില്ല. കാരണം ക്ഷേത്രം സനാതനമാണ്. ആചാര്യന്മാർ മാറി വരും, ഭരണഘടനയും മാറും, രാജ്യത്തിന്റെ സ്വഭാവവും മാറും. പക്ഷേ സനാതനമായിട്ടുള്ള ഈ ധർമ്മ വ്യവസ്ഥ, ഈ ആചാര അനുഷ്ഠാനങ്ങള് അത് അങ്ങനെ തന്നെ തുടരും. ആചാര്യൻ മാറിയാലും ആചാരം മാറില്ല എന്നാണ് അറിയേണ്ട വസ്തുത. അപ്പോ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഹിമാലയത്തിൽ എവിടെയോ തപസ് ചെയ്യുന്ന ഒരാളല്ല ശിവൻ എന്നറിയേ. ഈ മണ്ണാണ് ശിവൻ, ഈ ജലമാണ് പാർവതി, ഈ സസ്യലോകമാണ് വിഷ്ണു, വൈഷ്ണവം എന്ന് പറഞ്ഞ അതിന്റെ അസ്തിത്വത്തിൽ ജനിക്കുന്നതാണ് ലക്ഷ്മി. ഈ അഗ്നിയാണ് ബ്രഹ്മശക്തി, ആകാശമാണ് സരസ്വതി. ഡാർക്ക് എനർജിയാണ് സരസ്വതി, വൈറ്റ് എനർജിയാണ് അഗ്നി. അഗ്നിയും ആകാശവും ചേരുമ്പോഴാണ് ബ്രഹ്മശക്തി ഉണ്ടാകുന്നത്. മണ്ണും ജലവും ചേരുമ്പോഴാണ് ശൈവശക്തി ഉണ്ടാകുന്നത്. സസ്യലോകത്തിന്റെ വൈഭവത്തിലാണ് ജൈവ പ്രപഞ്ചമായിട്ട് വായുമണ്ഡലം മാറുന്നത്. ആ വായുമണ്ഡലത്തിലാണ് 2 യുഗ്മസഞ്ചാരം സാധ്യമാകുന്നത്, സസ്യലോകത്തിന്റെയും ജന്തുലോകത്തിന്റെയും. കാലാനുസൃതമായ മാറ്റമൊന്നും ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇതിങ്ങനെ തന്നെ പോകുള്ളൂ. സസ്യലോകം എപ്പോഴും ഉൽപാദകരായിരിക്കും, ജന്തുലോകം ഉപഭോക്താക്കളും ആയിരിക്കും. മനസ്സിലായോ? അപ്പോ വിശ്വാസികളെ മാത്രം പോരാ, ഇത് സനാതനമായിട്ട് ഇങ്ങനെ തുടരും. നമ്മുടെ പർവ്വതങ്ങളും നദികളും ദേശവുമെല്ലാം തീർത്ഥത്തിനു പ്രാധാന്യമുള്ള ഭൂമിയായി തന്നെ തുടരുന്നിടത്തോളം കാലം, നമ്മളുടെ ദിവസങ്ങൾക്ക് ദ്വാദശ ഭാവങ്ങൾ ഉള്ളിടത്തോളം കാലം, ഷൺമുഖ ഭാവങ്ങൾ നമ്മളുടെ ഒരു ദിവസത്തിൽ മിന്നിമറയുന്നിടത്തോളം കാലം ഈ ആചാരാനുഷ്ഠാനങ്ങളും ത്രികാല പൂജകളും ഇങ്ങനെ തന്നെ തുടരും. ഋതുസംക്രമ പൂജകളും ഇങ്ങനെ തുടരും. ആചാര്യന്മാര് മാറി വന്നാലും ആചാരം അതേപടി തുടരും. അതുകൊണ്ടാണ് സനാതനം എന്ന് പറയുന്നത്. അപ്പോ ഒരു കാര്യം, ഭക്തിയിൽ അടിയുറച്ച വിശ്വാസത്തിനേ ബലമുള്ളൂ അല്ലേ? ബുദ്ധി കൊണ്ട് ചിന്തിച്ച് എടുത്തേക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, യുക്തിയുടെ തലത്തിലല്ല നിൽക്കുന്നത്. യുക്തിയിൽ നിന്നും യുക്തമായതിനെ ബുദ്ധി കൊണ്ട് കണ്ടെത്തി അതിൽ നിന്നും ഭക്തിയിലേക്കെത്തി, മുക്തിയിലേക്കെത്തി, മോക്ഷത്തിലേക്കെത്തി, സ്വർഗീയത അനുഭവിച്ച് സ്വസ്തികത്തിലെത്തി, സ്വസ്തികം എന്ന് പറയുന്ന ചിഹ്നത്തിൽ തൊട്ടിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ഭാരതത്തിന്റെ ആ വേദതലം നിൽക്കുന്നത്. ഇപ്പോഴാണ് ശരിക്കും അങ്ങ് പറഞ്ഞപ്പോ ഒന്നുകൂടെ മനസ്സിലായി വരുന്നത്. അതെ, അതാണ് നമ്മൾ അറിയേണ്ടത്. ഇത്രേ ഉള്ളൂ, ഇതിന്റെ ഏറ്റവും ചുരുക്കം ഇത്രേ ഉള്ളൂ. നമ്മുടെ സനാതന ധർമ്മം ഇങ്ങനെ തന്നെ തുടരും. അപ്പൊ അങ്ങീ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും കാലാനുസൃതമായ മാറ്റം ഇന്ന് ആവശ്യപ്പെടുന്നതല്ലോ. അതെങ്ങനെയാ മാറ്റം വരുന്നത്? ഉദയത്തിന് മുമ്പ് 4 മണിക്കൂർ ലക്ഷ്മി, ഉദയത്തിന് ശേഷം 4 മണിക്കൂർ വിഷ്ണു, ഉച്ചയ്ക്ക് 4 മണിക്കൂർ ബ്രഹ്മശക്തി, അസ്തമയത്തിന് 4 മണിക്കൂർ ശൈവശക്തി, അസ്തമയം കഴിഞ്ഞാൽ പാർവതി ശക്തി, അർദ്ധരാത്രിയിൽ ആകാശത്തിന്റെ ശക്തി, സരസ്വതിയുടെ ശക്തി, അതിനുശേഷം വീണ്ടും ലക്ഷ്മിയുടെ ശക്തി. ഇതിന് ഈ 6 ഋതുക്കൾക്ക് മാറ്റം ഇല്ലാത്തിടത്തോളം കാലം, 6 ഷഡ്ഭാവങ്ങളും മാറ്റമില്ലാതെ തുടരുന്നിടത്തോളം കാലം സനാതനധർമ്മം ഇതേ രീതിയിൽ തന്നെ പോകും. ആചാര്യന്മാർ മാറി വരും, പക്ഷേ ആചാരം സനാതനമായി നിലനിൽക്കും. സർവശാസ്ത്ര നിലയമായിട്ട് ക്ഷേത്രം നിൽക്കും. വേദം സർവവേദനകളെയും മാറ്റുന്നതാണ്, അപൗരുഷേയവുമാണ്. നമുക്ക് പൗരുഷം ഉണ്ടെങ്കിൽ വേദം അറിഞ്ഞാൽ നമ്മളുടെ പൗരുഷം തന്നെ ഇല്ലാതാവും. അത്ര ബ്രഹ്മാണ്ടമാണ്. ഉറങ്ങാൻ പോലും പറ്റാത്ത അത്രയും വലിയ ശാസ്ത്ര ഗ്രന്ഥങ്ങളാണ് ഭാരതത്തിലുള്ളത്. അപ്പൊ അതിനെ ആശ്രയിച്ചിട്ടാണ് എല്ലാം ചിട്ടപ്പെടുത്തേണ്ടത്. അതാണ് നമ്മൾ ഒന്നിലും, ഇപ്പൊ ഞാനീ പറഞ്ഞത് ഒന്നും അഹങ്കരിച്ചു കൊണ്ടല്ല, ഇവിടുത്തെ ഋഷീശ്വരന്മാരുടെ കണ്ടെത്തലുകൾക്ക് മുന്നില് നമിച്ചുകൊണ്ട് തന്നെ ഞാൻ മോഹൻജിയോട് ഇപ്പൊ ഇത് നിർത്താം. കാരണം ഒരുപാട് പറയുമ്പോഴും ജനങ്ങൾക്ക്
പിന്നെയും പിന്നെയും ഡൗട്ടുകളായിരിക്കും. ഉവ്വ. ഇത് ജനങ്ങൾക്ക് മനസ്സിലാകുമെങ്കിൽ മനസ്സിലാകട്ടെ. മോഹൻജി എന്താന്ന് വെച്ചാൽ ജനങ്ങളോട് പറഞ്ഞോളൂ. അപ്പൊ ഒന്നും മനസ്സിലായി സന്തോഷി ഈ ക്ഷേത്രാചാര മര്യാദകളെ കുറിച്ചും നമ്മുടെ ധാർമ്മിക ചിന്തകളെ കുറിച്ചും നമ്മൾ ചെയ്യേണ്ട കടമകളെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോ സനാതനം എന്ന വാക്കിന്റെ അർത്ഥം കൂടി അങ്ങ് ഇന്ന് പറഞ്ഞു. അപ്പൊ അത് ഇവിടുത്തെ ഭക്ത സഹസ്രങ്ങൾക്ക്, ജനകോടികൾക്കും പ്രകൃതിക്കും അനുസൃതമായല്ലാതെ കാലാനുസൃതമായ മാറ്റം കാര്യത്തിലും വരുത്താൻ പറ്റില്ല എന്നുള്ള ബോധം ഇവിടുത്തെ ജനങ്ങൾക്ക് അങ്ങ് പറഞ്ഞതിലൂടെ ഉണ്ടാവട്ടെ. അതിനുവേണ്ടി എത്രമാത്രം യത്നിക്കേണ്ടി വന്നാലും അതിനുവേണ്ടി യത്നിക്കാൻ സൽസ്വഭാവികമായിട്ടുള്ള ആൾ മുന്നോട്ട് വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. അങ്ങയോട് അതല്ലാതെ മറ്റൊന്നും എനിക്ക് പറയുവാനില്ല. സമൂഹം ഇതിനെക്കുറിച്ച് മനസ്സിലാക്കട്ടെ. തീർച്ചയായിട്ടും ഇവിടുത്തെ സാമാന്യ ജനങ്ങള് ഇവിടുത്തെ സത്യാവസ്ഥ, ക്ഷേത്രപ്രവേശനത്തെ കുറിച്ച് സത്യാവസ്ഥ അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് എല്ലാ ജനങ്ങളിലേക്കും പരമാവധി ആളുകൾ ഈ കിട്ടുന്ന സന്ദേശം സ്വീകാര്യമായതാണെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടും താമസിക്കാതെ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തണമെന്നൊരു അപേക്ഷയും കൂടെ എല്ലാ ഭക്തസഹസ്രങ്ങളുടെ അടുത്തും വയ്ക്കുകയാണ്. നന്ദി, നമസ്കാരം. നമസ്തേ നമസ്തേ നമസ്തേ.